നമ്മുടെ ഗുഡ് എനർജി നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പല ആൾക്കാരെയും ഓരോ ദിവസവും നമ്മൾ കാണുമല്ലേ, പല ആൾക്കാരെയും നമ്മൾ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഫോണിലൂടെ ആണെങ്കിലും മെസ്സേജസിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യും. അതിലൂടെ അവരുടെ ഇമോഷൻസ് നമ്മളിലോട്ടും നമ്മുടെ ഇമോഷൻസ് അവരിലോട്ടും പോകും. അതുവഴി ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കര, കാരണം അവരുടെ എനർജി അപ്പോഴും കണക്റ്റഡ് ആണ് നമ്മളെ ബോഡിയായിട്ട്. നമ്മൾ ഇതുപോലെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ഇതുപോലെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ സമയത്ത് നമ്മുടെ വൈബ്രേഷണൽ ചേഞ്ചാണ് അവിടെ ഉണ്ടാകുന്നത് ബോഡിയിൽ. ചിലരോടൊക്കെ സംസാരിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പം നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവർ പറഞ്ഞ ആ സ്ട്രെസ്സും ഒരു എൻവി, ഒരു മൈൻഡിലൊക്കെ ഒരു ഹെവിനെസ്, ഒരു ഫിയർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ അവർ തന്ന ആ ബാഗേജ് ഫുൾ നമ്മൾ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും ഈ ഓവർ ഷെയറിങ് അല്ലെങ്കിൽ ഈ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നതിലൂടെ എനർജി എക്സ്ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മൾ അവരുമായിട്ടുള്ള എനർജി കട്ടാവട്ടെ എന്ന് പറഞ്ഞ് കട്ടാക്കി തന്നെയാണ് വീട്ടിൽ വരേണ്ടത്. അത് കഴിഞ്ഞ് സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുക, കയ്യിൽ കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ ഒന്ന് നന്നായിട്ട് കൈ കഴുകി കളയുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ എനർജി നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും.